ഗൗരിമോൾ അങ്ങനെ പെരുമാറിയതില് എനിക്കൊട്ടും അത്ഭുതമില്ല. ഗോകുൽ സാറല്ല ആരാണെങ്കിലും കുട്ടിയെ വഴക്ക് പറയില്ലേ? അതെന്താ, എനിക്ക് എന്റെ മോളോട് ഒന്ന് അടുത്തിടപഴകിക്കൂടെ? അവളെ വീട് വരെ കൊണ്ടുപോയി ഒന്ന് അമ്മയെ കാണിച്ചൂടെ? അത് തെറ്റാണോ? ആണെന്നേ എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ തന്നെ എന്നോട് സംസാരിക്കരുതെന്ന് പറയാനും എന്റെ കുട്ടിയെ വഴക്ക് പറയാനും അയാൾക്കെന്താ അവകാശം? സച്ചി വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. 4 മണിക്ക് സ്കൂൾ വിടുന്ന സമയത്ത് മകള് വിളിക്കാൻ സ്കൂളിൽ ചെല്ലുന്ന ഒരമ്മ കുഞ്ഞിനെ വേറൊരാള് വിളിച്ചോണ്ട് പോയിന്ന് അറിഞ്ഞാ എന്ത് ചെയ്യും? അതറിയുന്ന അവരുടെ ഭർത്താവ് എന്ത് ചെയ്യും? അർച്ചനയ്ക്ക് ചിലപ്പോ ക്ഷമിക്കാൻ കഴിയും, പക്ഷേ ഗോകുൽ സാറിന് അതിനെ എങ്ങനെ കഴിയും? ഞാനാണ് അവളുടെ അച്ഛൻ. ഇങ്ങനെ ബ്ലണ്ടർ പറയല്ലേ സച്ചി. ബയോളജിക്കലി സച്ചി പറയുന്നത് കറക്റ്റ് ആയിരിക്കാം, പക്ഷെ അവൾ ഇത്രയും നാള് വളർന്നത് അഡ്വക്കേറ്റ് ഗോകുൽ രാജിന്റെ മകളായിട്ടാ. ഈ നാടും സമൂഹവും നിയമവും എല്ലാം അംഗീകരിക്കുന്നത് ആ സത്യമാ. സച്ചിയുടെ സത്യങ്ങള് ഇനി സച്ചി എല്ലാവരുടെ മുമ്പിൽ തെളിയിക്കണം. അതുവരെ ഗൗരി ഗോകുൽ സാറിന്റെ മകള് മാത്രമാ. ഞാനിങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് എന്നോട് ദേഷ്യമൊന്നും തോന്നണ്ട. സച്ചി, ഇനി കുറച്ച് സമയം കൂടെ കാത്തിരുന്നാ മതി. അതിനകം എല്ലാം ശരിയാവും. വക്കീല കേസ് ഫയൽ ചെയ്തിരുന്നോ? ഇല്ല, അടുത്ത ദിവസം ഫയൽ ചെയ്യണം. ഞാനൊരു കാര്യം വീണ്ടും ചോദിക്കട്ടെ? എന്റെ മനസ്സ് വീണ്ടും മാറിയതുകൊണ്ടാണെന്നൊന്നും പറയരുത്. എന്താ? അല്ല, ഗോകുൽ സാറിന് നമുക്ക് കുറച്ച് സമയം കൂടെ കൊടുക്കണോ? എന്താ, വക്കീലിന്റെ മനസ്സ് പിന്നെയും ഗുരുഭക്തിയിൽ അലിഞ്ഞു പോയോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ കേസ് വേറൊരു വക്കീലിനെ ഏൽപ്പിക്കട്ടെ. എന്തിന്? നിങ്ങളുടെ ഈ ഗുരുശിക്ഷ കളികൾക്കിടയിൽ ഈ കേസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ പറ്റിക്കാൻ വേണ്ടിയാണോ ഈ പരാതി തയ്യാറാക്കിയതും എന്നെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങിയതും? എങ്കിൽ ഈ കേസ് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എന്റെ വഴി ഞാൻ നോക്കിക്കോളാം. സച്ചി, എടോ ഞാനൊന്ന് പറയട്ടെ. വേണ്ട, എനിക്കെല്ലാം മനസ്സിലായി. വക്കീൽ ഈ കേസിന് ഫയൽ ചെയ്യണ്ട. എല്ലാം ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നോക്കിക്കോളാം. ആ പെണ്ണ് ചില്ലറക്കാരിയല്ല, സൂക്ഷിക്കണം. നോക്കിയും കണ്ട് ഡീൽ ചെയ്തില്ലെങ്കിൽ പണിപാളും. അവന്തികേട്ടത്തിൽ അടുത്തേക്ക് ഇത്രയും ധൈര്യമായിട്ട് കയറി വന്നോളല്ലേ? അപ്പൊ പിന്നെ ആള് നിസ്സാരക്കാരിയാവില്ലല്ലോ. എനിക്ക് ഉറപ്പാണ് അവരിവിടെ വന്നതിന് പിന്നിൽ എന്തോ ഗൂഢലക്ഷ്യമുണ്ട്. അവളുടെ ഒരു ലക്ഷ്യവും നടക്കാൻ പോകുന്നില്ല. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം.